Back from the dead. What's up guys? Welcome to our channel. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മാസ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു വർക്കൗട്ട് പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റെപ്സും സെറ്റ്സും ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിരമിഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സ്കീമിനെ കുറിച്ചായിരിക്കും. അപ്പം റെപ്സും സെറ്റും എല്ലാം പ്രോപ്പറായിട്ട് മാസ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യേണ്ടത് എന്നായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസെൻഡിങ് പിരമിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്കൗട്ട് മെത്തേഡ് അതെന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അസെൻഡിങ് പിരമിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ വെയിറ്റ് കൂട്ടി ഗ്രാജുവൽ ആയിട്ട് കൂട്ടി കൊണ്ടുവരുന്ന ആ ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം നമ്മളൊരു 10 കിലോ ആണ് നമ്മൾ എടുത്തതെങ്കിൽ രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ എടുക്കുന്നത് 15 ആയിരിക്കും, മൂന്നാമത്തെ സെറ്റിൽ നമ്മൾ എടുക്കുന്നത് 20 ആയിരിക്കും. അങ്ങനെ പതുക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയാണ്. വെയിറ്റ് കൂട്ടിക്കൊണ്ടുവരുന്നതനുസരിച്ച് നമ്മൾ റെപ്പറ്റേഷൻ കുറയ്ക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു മെത്തേഡ് നമ്മൾ അസെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ആദ്യം എടുക്കുന്ന ആ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വെയിറ്റ്, അത്യാവശ്യം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു വാമപ്പ് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ കുറച്ച് ലാസ്റ്റിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരി ഹെവി ആയിട്ടുള്ള വെയിറ്റും ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനാണ് അസെൻഡിങ് പിരമിഡ് രീതിയിൽ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എടുക്കുന്ന വെയിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു വാമപ്പ് കിട്ടുന്നുണ്ട്. വാമപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഹെവി വെയിറ്റിലോട്ട് പോകുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഫ്രാക്ചർ, നമ്മൾ കൈക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുമെന്ന് ഓർത്ത് നമ്മൾ പേടിക്കണം. നമ്മൾ ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള വെയിറ്റ് നേരെ പോയി നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഞ്ചുറി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ പറയുന്ന ചെറിയ വെയിറ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇഞ്ചുറി പോലെ ഉണ്ടാകുന്നവർക്ക് നമ്മൾ പേടിക്കേണ്ട. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വെയിറ്റുകൾ നമ്മൾ ആദ്യം എടുക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ കൂടുതൽ റെപ്പറ്റീഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. കൂടുതൽ റെപ്പറ്റീഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വോളിയം കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിനകത്ത്, നമ്മൾ പറ്റുമെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്യാം. വോളിയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല, നമ്മളിവിടെ ആഡ് ചെയ്തേക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതായത് നമ്മൾ എടുക്കുന്ന ഇൻറ്റൻസിറ്റി, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന റെപ്പറ്റീഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് വോളിയം വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ റെപ്പറ്റീഷൻ എടുത്താലും വോളിയം വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വോളിയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മസിൽ മാസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വോളിയം വരുന്നതുകൊണ്ട് തന്നെ ബോഡി ബിൽഡിങ്ങിന് പറ്റിയ ഒരു വർക്കൗട്ട് രീതിയാണ് ഈ പറയുന്ന രീതിയിലുള്ള വർക്കൗട്ട്, ഈ അസെൻഡിങ് പിരമിഡ് രീതിയിലുള്ള വർക്കൗട്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെയിലിയർ വരെ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഫെയിലിയർ വരെ പോകുന്നില്ല. നമ്മൾ അവസാനത്തെ ആ സെറ്റുകളിൽ, അവസാനത്തെ ആ വലിയ ഹെവി വെയിറ്റുകൾ എടുക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്താ പറയേണ്ട ഫെയിലിയറിലോട്ട് നമ്മൾ പോകുന്നുള്ളൂ. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂളായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് പതുക്കെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വർക്കൗട്ട് മെത്തേഡാണ് ഇതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ 3 കിടിലായിട്ടുള്ള അഡ്വാൻറ്റേജ്. നമുക്ക് ഇനി എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അസെൻഡിങ് പിരമിഡ് ട്രെയിനിങ്ങിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാം, നമ്മൾ വാമപ്പ് സെറ്റുകളെ, അതായത് ലൈറ്റർ ആയിട്ടുള്ള വെയിറ്റുകളെ നമ്മൾ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് പറയുന്നത്. അതായത് ലൈറ്റർ വെയിറ്റുകളെ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകുന്നത് ഒരിക്കലും നമുക്ക് മസിൽ ഹൈപ്പർട്രോഫി അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗ്ഗം, ഇല്ലെങ്കിൽ സൈസ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് ആ രീതിയിലായിരിക്കരുത് നമ്മൾ മസിൽ ഹൈപ്പർട്രോഫി അറ്റൈൻ ചെയ്യുന്നത്. ലൈറ്റർ വെയിറ്റുകളെ നിങ്ങൾ ഫെയിലിയറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് സെറ്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ അവിടെ എടുക്കാൻ സാധിക്കത്തില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ചെറിയൊരു വെയിറ്റ് ഇട്ടിട്ട് നിങ്ങൾ ഒരു 16 റെപ്പറ്റീഷൻ അടിച്ച് നിങ്ങൾ ഫെയിലിയർ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സെറ്റിൽ അവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ലിഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എടുക്കേണ്ട വെയിറ്റ് നിങ്ങൾക്ക് അവിടെ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ നോർമലായിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് അവിടെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് അത്രത്തോളം ഉണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ആ ഫസ്റ്റ് സെറ്റിൽ നിങ്ങൾ ആ ഒരു ലൈറ്റർ വെയിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ അവിടെ ഫെയിലിയർ അറ്റൈൻ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ നെക്സ്റ്റ് സെറ്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങൾക്ക് അവിടെ ആ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റാതെ പോകും. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിയർ ഉണ്ടല്ലോ, അതായത് ലൈറ്റർ വെയിറ്റിനെ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള ആ ഒരു ഫിയർ, അതായത് അത് ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ്. അതായത് വാമപ്പ് സെറ്റുകളെ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകുന്നത് ചെയ്യരുതാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം അത് അങ്ങനെ ഫെയിലിയറിലേക്ക് വാമപ്പ് സെറ്റിനെ കൊണ്ടുപോകരുത് എന്ന് നമുക്കറിയാം. സോ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാതിരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ആ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെയിലിയർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഹൈപ്പർട്രോഫി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ അസെൻഡിങ് പിരമിഡിൽ ഫെയിലിയർ അറ്റൈൻ ചെയ്യുന്നത് ഒരുപക്ഷെ ലാസ്റ്റിലെ 1-2 സെറ്റിലായിരിക്കും ഫെയിലിയർ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ഈ ലൈറ്റർ വെയിറ്റ് ഇട്ടിട്ട് ഫെയിലിയർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഫെയിലിയർ അറ്റൻഡ് ചെയ്യുന്നത് വരെ പോകത്തില്ല. ലാസ്റ്റത്തെ 1-2 സെറ്റുകളായിരിക്കും നമുക്ക് അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു ഫെയിലിയർ വരുന്നത്. ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഫെയിലിയറിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴായിരിക്കും നമ്മുടെ മസിൽ മാസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ട്രെയിൻ ചെയ്യുന്നത്. സോ ഈ 2 പ്രോബ്ലമാണ് അസെൻഡിങ് പിരമിഡ് ട്രെയിനിങ്ങിൻ്റെ പ്രോബ്ലമായിട്ട് നമ്മൾ പറയുന്നത്.
അപ്പോൾ ഈ പ്രോബ്ലമിനെ എങ്ങനെ ഓവർകം ചെയ്യാം? പക്ഷേ നേരെ മറിച്ച് ഇത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണെങ്കിൽ ഇത് കുഴപ്പമില്ല. കാരണം ലാസ്റ്റത്തെ 1-2 സെറ്റിൽ ഫെയിലിയർ അറ്റൻഡ് ചെയ്താലും മതി. ആ ആദ്യത്തെ സെറ്റ് നമുക്ക് ജസ്റ്റ് ഒരു വാമപ്പ് ആക്കി എടുക്കാം. നമുക്ക് ആ ലാസ്റ്റത്തെ 1-2 സെറ്റുകൾ നമ്മുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ ഒരു രീതിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണെങ്കിൽ ഈ അസെൻഡിങ് പിരമിഡ് ട്രെയിനിങ് ഫോളോ ചെയ്യാം. പക്ഷേ മസിൽ മാസ് ഡെവലപ്മെൻറ്റിന് അസെൻഡിങ് പിരമിഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് അത്രത്തോളം എഫക്റ്റീവ് അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസെൻഡിങ് പിരമിഡാണ്. അതായത് നിങ്ങൾ ആദ്യം ലൈറ്റർ വെയ്റ്റ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ഡിസെൻഡിങ് പിരമിഡിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഹെവി വെയ്റ്റ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസെൻഡിങ് പിരമിഡിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 6 to 8 റെപ്പറ്റീഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ്, അതായത് ആ 6 to 8 റെപ്പറ്റീഷൻ ആകുമ്പോഴത്തേന് നിങ്ങൾ മടുക്കുന്ന ഒരു വെയിറ്റ് എടുത്ത് നിങ്ങൾ ഫസ്റ്റ് സെറ്റ് നിങ്ങൾ അടിക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് സെറ്റിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ ആ വെയിറ്റ് ഒരു 10% കുറച്ചതിന് ശേഷം നെക്സ്റ്റ് സെറ്റിലേക്ക് കിടക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സെറ്റിലേക്ക് പോകുമ്പം ഒരു 10% കൂടെ കുറയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സെറ്റിലും ഈ മസിൽ ഫെയിലിയർ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ട്. അതായത് നിങ്ങൾ ഓരോ സെറ്റിലും മസിൽ ഫെയിലിയർ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൈപ്പർട്രോഫി, നിങ്ങളുടെ മസിൽ ഹൈപ്പർട്രോഫിനെ എക്സ്ട്രീമിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് മെത്തേഡാണ്, സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1-2 സെറ്റിലെ ഫെയിലിയർ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഓരോ സെറ്റിലും ഫെയിലിയർ അറ്റൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മസിൽ ഗ്രോത്ത് നല്ല മാസ് ബിൽഡിങ് പക്കമായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി, മറ്റിടത്ത് വോളിയം മാത്രം വോളിയം റെപ്പറ്റീഷൻ കൂടുന്നതുകൊണ്ട് വോളിയം കൂടുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റൻസിറ്റിയും കൂടെ ഈ വോളിയം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇത് നിങ്ങളുടെ മാസ് ബിൽഡിങ്ങിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ആ ഒരു അസെൻഡിങ് പിരമിഡ് ആ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചെറിയൊരു വാമപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെവിയർ വെയിലോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഡിസെൻഡിങ്ങിലോട്ട് വന്നു കഴിയുമ്പോൾ ഡയറക്റ്റ് നമ്മൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവിയർ ആയിട്ടുള്ള വെയിലോട്ട് തന്നെയാണ്. അപ്പോൾ ഹെവിയർ ആയിട്ടുള്ള വെയിറ്റ് ഡയറക്റ്റ് നമ്മൾ പോയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇഞ്ചുറീസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷനെ പറ്റിയാണ് നമ്മളിന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ട്രയാങ്കുലർ രീതിയിലുള്ള ഒരു പിരമിഡിക് രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ഇതിനകത്ത് നമ്മൾ അസെൻഡിങ്ങിൽ നമ്മൾ ഒരു കപ്പിൾ ഓഫ് സെറ്റ് നമ്മൾ 1-2 സെറ്റുകൾ നമ്മൾ അസെൻഡിങ് രീതിയിൽ ചെയ്ത ശേഷം ബാക്കി വരുന്ന സെറ്റ് എല്ലാം നമ്മൾ ഡിസെൻഡിങ്ങിൽ ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് സെറ്റ് നമ്മൾ വാമപ്പ് സെറ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. അതായത് ചെറിയ വെയിറ്റ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ആദ്യത്തെ കുറച്ച് 1-2 സെറ്റുകൾ നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഹെവിയർ ആയിട്ടുള്ള വെയിറ്റ് ഡിസെൻഡിങ്ങിൽ അതിപ്പോൾ നമ്മൾ പറഞ്ഞ് നിർത്തിയത് കൊണ്ട് തന്നെ ഹെവിയർ ആയിട്ടുള്ള വെയിറ്റിൽ നിന്ന് താഴത്തോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു വാമപ്പ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇഞ്ചുറി പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും എന്ന് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു വാമപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെവിയർ ആയിട്ടുള്ള വെയിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഏകദേശം നിങ്ങൾക്ക് 8 അല്ലെങ്കിൽ 6 ആ ഒരു റെപ്പറ്റീഷനൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവിയർ ആയിട്ടുള്ള വെയിറ്റുകൾ എടുക്കുന്നു. പിന്നെ അതിൻ്റെ 10% കുറച്ചിട്ട് അടുത്ത ഹെവിയർ ആയിട്ടുള്ള വെയിറ്റ് എടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവും ഒരു ട്രയാങ്കുലർ രീതിയിലാണ്. ആദ്യം നമ്മൾ ചെറിയ വെയിറ്റിൽ നിന്ന് വലിയ വെയിറ്റിലോട്ട് പോയി പിന്നെ വലിയ വെയിറ്റിൽ നിന്ന് ചെറിയ വെയിറ്റിലോട്ട് താഴത്തോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും നല്ല റിസൾട്ട്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 2 രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് വോളിയം കൊണ്ടുണ്ടാകുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് എന്താ പറയേണ്ട മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി നമ്മൾ രണ്ടാമത് പറഞ്ഞ ഡിസെൻഡിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റിയാണ് കൂടുതൽ നമുക്ക് മസിൽ ബിൽഡിങ്ങിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ വോളിയത്തിൻ്റെയും ഇൻറ്റൻസിറ്റിയുടെയും എഫക്റ്റ് കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ട്രയാങ്കിൾ ട്രെയിനിങ് മെത്തേഡ് എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നമ്മൾ അസെൻഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഡിസെൻഡിങ്ങിൻ്റെയും ബെനിഫിറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡ്രോബാക്സ് മാക്സിമം ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വേറെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രയാങ്കിൾ മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 1-2 സെറ്റിൽ മാത്രം നിങ്ങൾ ട്രയാങ്കിൾ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അതായത് അസെൻഡിങ് കൊണ്ടുവന്നിട്ട് പിന്നെ ഡിസെൻഡിങ് എന്നുള്ള രീതി. ആ ആദ്യത്തെ 2 സെറ്റല്ല 2 എക്സർസൈസ്, ഇപ്പം ബൈസെപ്സിനാണ് കളിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 2 എക്സർസൈസിൽ ഇത് ഫോളോ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ മൊത്തം ഒരു 5 എക്സർസൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ ബാക്കി 3 എക്സർസൈസിൽ നിങ്ങൾ ഡിസെൻഡിങ് പിരമിഡ് തന്നെ ഫോളോ ചെയ്താൽ മതിയായിരിക്കും. അതായത് ഇപ്പോൾ ചെസ്റ്റിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബെഞ്ച് പ്രസ് ആണ് എടുക്കുന്നത്, അത് ഇല്ലെങ്കിൽ ഇംഗ്ലണ്ട് ബെഞ്ച് പ്രസ് ആണ് എടുക്കുന്നത്. ആദ്യത്തെ 1-2 എക്സർസൈസുകളിൽ മാത്രം ട്രയാങ്കിൾ മെത്തേഡിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസെൻഡിങ് പിരമിഡ്, അതായത് ആദ്യം വെയിറ്റ് കൂട്ടിയിട്ടിട്ട് ആ വെയിറ്റിൽ നിന്ന് 10% ഞങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും ഫോളോ ചെയ്യുന്നത് മാസ് ഗെയിനിങ്ങിന്. അതായത് നിങ്ങളുടെ മസിൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. നമ്മളങ്ങനെ പറയാൻ വേണ്ടി കാരണമുണ്ട്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക ഇപ്പോൾ 2 വർക്കൗട്ട് കഴിഞ്ഞിട്ട് എന്തിനാണ് പിന്നെ നിങ്ങൾ ട്രയാങ്കിൾ മാറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വാമപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രയാങ്കുലർ ഫോം നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹെവിയർ ആയിട്ടുള്ള വെയിറ്റ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ 2 വർക്കൗട്ടുകൾ ഇപ്പോൾ ആംസിന് തന്നെ നമ്മൾ വീണ്ടും നമ്മൾ 2 വർക്കൗട്ടുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ ട്രയാങ്കുലർ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഓൾറെഡി വാമപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഹെവിയർ വെയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല.
കാരണം ഓൾറെഡി നമ്മുടെ ശരീരം വാമപ്പായി, പിന്നെ നമ്മൾ ഹെവിയർ എടുത്തിട്ടുള്ള പ്രശ്നം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ 2 വർക്കൗട്ടുകൾ മാത്രം, തുടക്കത്തിൽ ആ 2 വർക്കൗട്ട് മാത്രം നിങ്ങൾ ഈ ട്രയാങ്കുലർ രീതിയിൽ ചെയ്താൽ മതി എന്ന് നമ്മൾ പറയുന്നത്. മസിൽ ബിൽഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസെൻഡിങ് രീതിയിലുള്ള വർക്കൗട്ട് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ വാമപ്പും ഈ ട്രെയിനിങ് മെത്തേഡിലൂടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ മസിൽ ഹൈപ്പർട്രോഫിയും പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞ അസെൻഡിങ് പിരമിഡ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ഗെയിനിങ്, അതായത് ഗ്രാജുവലായിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ ഇനിയും പല പല മെത്തേഡ്സ് ഉണ്ട്, സ്ട്രെയിറ്റ് സെറ്റ്സ്, അതുപോലെ പല മെത്തേഡ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടും നമ്മൾ താഴെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും back from the dead.